സുഖമല്ലേ? വീട്ടിൽ ദോശമാവില്ലാത്തപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമില്ല, സൈഡ് ഡിഷൊന്നും ഇല്ലാണ്ട് രാവിലത്തെ നേരം ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണല്ലേ? അതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് മുറിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ കൂടെ 3 ചുവന്ന മുളക് ചേർക്കുന്നുണ്ട്, 2 വെളുത്തുള്ളി, 6-7 ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിക്ക് പകരം സവോള വേണമെങ്കിൽ ചേർക്കാം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതിൻ്റെ കൂടെ 1/2 കപ്പ് ചിരകിയ നാളികേരം. നാളികേരം 1/2 കപ്പ് തന്നെ വേണം, നിർബന്ധമില്ല കേട്ടോ, കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തലേ ദിവസത്തെ ചോറാണ് ഞാൻ ചേർക്കണത്. അന്ന് വെച്ച ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചൂടുണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. 1/2 കപ്പ് റവ ചേർക്കാം, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ പാകത്തിന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് ഞാൻ ഇപ്പോൾ റവ ചേർത്താണ്ട് ഉണ്ടാക്കിയേക്കണം. റവ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ മാവ് തന്നെ ഗോതമ്പാവ് വെച്ചും ചെയ്യാട്ടോ, റവയ്ക്ക് പകരം ഗോതമ്പാവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗോതമ്പാവാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, കലക്കി അപ്പം തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാട്ടോ. അതുപോലെ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട, നമ്മൾ ചോറും നാളികേരം ചേർത്ത കാരണം തന്നെ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. റവ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടാ. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മൾ അരച്ചപ്പോൾ തന്നെ കറക്റ്റ് വെള്ളം ചേർത്ത കാരണം ഇപ്പോൾ വെള്ളമൊന്നും വേണ്ട. നിങ്ങൾ മാവ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ഇറുകിയിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തോളൂ. ദോശമാവിൻ്റെ പാകത്തിന് നമുക്ക് വേണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശമാവ് ഒഴിക്കുന്ന മുമ്പ് കല്ലിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ സ്പ്രെഡ് ചെയ്തോളൂ കേട്ടോ. ഈ ദോശ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം, തട്ടുദോശയുടെ പോലെ വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ല ഇതുപോലെ പേപ്പർ ദോശയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഏത് രീതിയിൽ വേണോ അത് നമ്മുടെ ചോയ്സാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, നല്ലോണം മുരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം റെഡിയായി, നമുക്ക് ദോശ മറിച്ചിടാം. നല്ല സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റും, അത് ഇൻസ്റ്റൻ്റ് ആയിട്ട്. ഇപ്പോൾ 2 ഭാഗം ദോശ റെഡി ആയിട്ടാണ്, കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് ഈ ദോശ. അടുത്ത നമുക്ക് തട്ടുദോശയുടെ രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. ബബിൾസൊക്കെ വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിടാം. ഈ ദോശയും റെഡിയായി. നമുക്ക് എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കാം. ദോശ എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റണ ദോശയും കൂടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.